പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിവശമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമൊക്കെയുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവവചനം ചിന്തിക്കാൻ ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം. ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുക്തം ചെയ്തത് വെറും മാനുഷ്യം എന്ന് വരികയിൽ എനിക്ക് എന്ത് പ്രയോജനം. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് വായിച്ചത്. പുരുഷനായിരിക്കുന്ന പൗലോസിന്റെ ജീവിത യാത്രയിൽ താൻ കടന്നുപോയ പ്രതിസന്ധി മേഖലകളെ കുറിച്ച് താൻ വളരെ വിലയിരുത്തി നമുക്ക് മനസ്സിലാകത്തക്ക നിലയിൽ ആമി തിരുവെഴുത്തിൽ അത് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ജീവിതം വളരെ പ്രതികൂലങ്ങൾ നിറയപ്പെട്ടതും പ്രതിസന്ധികൾ നിറയപ്പെട്ടതുമാണ്. കാരണം ക്രിസ്തുവിനോടുകൂടെ കഷ്ടം സഹിക്കണം, ക്രിസ്തുവിനെ അനുഗമിക്കണം. എന്നൊരു ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ അത്രയും പ്രശ്നങ്ങളൊന്നുമില്ല. ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ഈ ലോകത്തോട് ഇടപഴകി ജീവിക്കുന്നവരാണ്. അവർ രണ്ട് സൈഡിൽ നിൽക്കും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തിക്ക് എപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടെന്നുള്ളത് നാം തിരിച്ചറിയണം. അത് തന്നെയാണ് പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസും അനുഭവിക്കേണ്ടി വന്ന പ്രതിസന്ധികൾ. അതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ പൗലോസ് വ്യക്തമായിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് ലേഖനങ്ങൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷ്യം എന്ന് വരികിൽ എനിക്ക് എന്ത് പ്രയോജനം. നമുക്കറിയാം, നമ്മൾ വളർന്നു വരുന്ന ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ നല്ല മൃഗങ്ങളുമുണ്ട്, ദുഷ്ടമൃഗങ്ങളുമുണ്ട്. അനവധി നല്ല മൃഗങ്ങളുണ്ട്, ദുഷ്ടമൃഗങ്ങളുണ്ട്. വീട്ടിൽ വളർത്തുന്ന നമുക്ക് ഉപയോഗമുള്ള മൃഗങ്ങളുണ്ട്. കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങളുമുണ്ട്. ചില മൃഗങ്ങൾ ഭക്ഷിക്കുന്നത് നല്ല സസ്യാഹാരം മാത്രമായിരിക്കും. ആടിനെ പോലെയുള്ള മൃഗങ്ങൾ എപ്പോഴും നല്ല പച്ചില, നല്ല സസ്യാഹാരങ്ങളാണ് ഭക്ഷിക്കുന്നത്. എന്നാൽ ചില ദുഷ്ടമൃഗങ്ങൾ അല്ലേ അശുദ്ധമായത് മാത്രം ഭക്ഷിക്കുന്ന ചില ദുഷ്ടമൃഗങ്ങളുണ്ട്. അങ്ങനെയുള്ള ദുഷ്ടമൃഗങ്ങൾ മനുഷ്യനെ വേട്ടയാടി പിടിക്കുന്നു. അല്ലേ മനുഷ്യനെ വേട്ടയാടി പിടിക്കുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. മനുഷ്യനെ വേട്ടയാടി പിടിക്കുന്ന ദുഷ്ടമൃഗങ്ങളെ പോലെയുള്ള പൈശാചിക ശക്തികൾ, അന്ധകാര ശക്തികൾ ദേശത്ത് പെരുകിയിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് പൗലോസിനെ പോലെ ദൈവം നമ്മെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. പൗലോസ് കടന്നുപോയതുപോലെയുള്ള പ്രതിസന്ധികളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുന്നുണ്ടെങ്കിൽ ഓർത്തോണം, അനവധി ദുഷ്ടമൃഗങ്ങൾ ദൈവസഭയെ, ദൈവമക്കളെ വേട്ടയാടി പിടിക്കാൻ വേണ്ടി തക്കം നോക്കി പാർക്കുന്നുണ്ടെന്നുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം വളരെ സൂക്ഷിച്ചും സൂക്ഷ്മതയോടെ വേണം നമ്മുടെ ആത്മജീവിതത്തെ നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഹല്ലേലൂയ. ഒരുപാട് ദുഷ്ടമൃഗങ്ങൾ ദൈവസഭയെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദുഷ്ടമൃഗങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് സാത്താന്യ ശക്തിയെക്കുറിച്ചാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ വചനത്തിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളോട് ചിന്തിച്ചു കഴിയുമ്പോൾ എഫെസോസിലെ മൃഗയുദ്ധം എന്ന് പറയുന്നത് ഹല്ലേലൂയ ഇതൊരു ആലങ്കാരികമായ പ്രയോഗമായിട്ടാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഒരു റോമാ പൗരനെ ക്രൂശിക്കാനോ മൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കാനോ ആ കാലഘട്ടത്തിൽ നിയമങ്ങളില്ല, കൊടുക്കാൻ പാടില്ല, നിയമമില്ല. ഹല്ലേലൂയ. അക്ഷരാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ ഈ മൃഗയുദ്ധം ചെയ്തവൻ അതോടെ മരിച്ചിരിക്കും. ഈ മൃഗയുദ്ധം ചെയ്തവൻ അതോടുകൂടി മരിച്ചിരിക്കും. ഹല്ലേലൂയ. അവൻ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ജനങ്ങളെയാണ് ദുഷ്ടമൃഗങ്ങൾ എന്നിവിടെ രേഖപ്പെടുന്നത്. എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു കൂട്ടം ദുഷ്ടമൃഗങ്ങൾ ദേശത്ത് പെരുകുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഗ്രേക്കർ എന്ന് ദുഷ്ടമൃഗങ്ങളെ ഇവരെ ഗ്രേക്കർ എന്ന് വിളിക്കാറുണ്ട്. ഒന്നും ചെയ്യാൻ മടിയില്ലാത്ത ദുഷ്ടമൃഗങ്ങളായിരിക്കുന്ന ജനത്തെ ഗ്രേക്കർ എന്ന് വിളിക്കാറുണ്ട്. ദെമേത്രിയോസ് സംഘത്തിന്റെ കലാപമോ ആസിയിലെ പ്രശ്നങ്ങളോ ആയിരിക്കാം ഇവിടെ പൗലോസിനെ ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നത്. ദുഷ്ടമൃഗങ്ങളെ പോലെ മനുഷ്യനെ വേട്ടയാടി പിടിക്കുന്ന പൈശാചിക ശക്തികൾ പൗലോസിനെതിരെ വലിയ പ്രതിസന്ധികളായിട്ട് കടന്നു വന്ന സാഹചര്യത്തെ പൗലോസ് രേഖപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഈ എഫെസോസിലെ ഹീരാക്ലീറ്റസ് തന്റെ നാട്ടുകാരെ ദുഷ്ടമൃഗങ്ങൾ എന്ന് വിളിച്ചിട്ടുണ്ട്. അല്ലേ? എഫെസോസിലെ ഹീരാക്ലീറ്റസ് എന്ത് ചെയ്തു? തന്റെ നാട്ടിലെ ജനങ്ങളെ ദുഷ്ടമൃഗങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഈ ദുഷ്ടമൃഗങ്ങളെ, ശത്രുക്കളെ കാള, സിംഹം, നായ, കാട്ടുപോത്ത എന്നിവയായിട്ട് ചിത്രീകരിക്കുന്നത് കാണാം. അല്ലെങ്കിൽ സംഗീത പുസ്തകം 22 നമ്മൾ വായിച്ചാൽ കാണാൻ കഴിയും. മനുഷ്യനെ അല്ലെങ്കിൽ കാള, സിംഹം, നായ, കാട്ടുപോത്ത് എന്ന് പറയുന്നത് ഇവയൊക്കെ ദുഷ്ടമൃഗങ്ങളാണ്. അങ്ങനെ നല്ല മനുഷ്യരും ദുഷ്ടമനുഷ്യരും പെരുകിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, അതാണല്ലേ നമ്മൾ കഴിഞ്ഞ കാലഘട്ടം നമ്മൾ സോഷ്യൽ മീഡിയയുടെ കടയിൽ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഗ്രേക്കറെ പോലുള്ള ദുഷ്ട മനുഷ്യർ എന്ത് ചെയ്യുന്നു? മദ്യത്തിനും മയക്കും ലഹരിക്കും അടിമപ്പെട്ടിട്ട് സ്വന്തം മാതാപിതാക്കളെ വെട്ടിക്കൊല്ലുന്നു, സ്വന്തം സഹോദരങ്ങളെ വെട്ടിക്കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊല്ലുന്നു, മക്കൾ അപ്പനമ്മമാരെ വെട്ടിക്കൊല്ലുന്നു, അപ്പനമ്മ മക്കളെ വെട്ടിക്കൊല്ലുന്നു. എന്നും ശത്രുത, എന്നും ഉപദ്രവം. അതുപോലെ തന്നെ ഈ ദൈവസഭയ്ക്ക് നേരെ ഒരു കൂട്ടം ദുഷ്ടമൃഗങ്ങളെ പോലെയുള്ള മനുഷ്യർ ദൈവസഭയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഈ ദുഷ്ടമൃഗങ്ങളെ പോലെയുള്ള മനുഷ്യൻ ഭൂമിയിൽ പെരുകിക്കൊണ്ടിരിക്കും, നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പൊ പൗലോസിന്റെ കാലഘട്ടത്തിലും ദുഷ്ട മനുഷ്യരെ പോലെയുള്ള എന്തും ചെയ്യാൻ മടിയില്ലാത്ത കഠിന ഹൃദയരായിരിക്കുന്ന മനുഷ്യർ പൗലോസിനെതിരെ എതിർത്തപ്പോൾ, പൗലോസിനെ ആക്രമിച്ചപ്പോൾ, പൗലോസിന് മൃഗയുദ്ധത്തിന് സമാനമായ രീതിയിലൂടെ കടന്നുപോയെന്നുള്ളതാണ്. ഇന്ന് ദൈവസഭ അങ്ങനെയൊക്കെ കേട്ടോ. ദൈവസഭ എന്ന് പറയുന്നത് ഹല്ലേലൂയ പലപ്പോഴും പല മേഖലയും പല സാഹചര്യങ്ങളിലും ഹല്ലേലൂയ ദുഷ്ടമൃഗങ്ങളുടെ കയ്യിൽ അകപ്പെട്ട് ഹല്ലേലൂയ സ്തോത്രം വളരെ പ്രതിസന്ധി നേരിടാറുണ്ട്. നമ്മുടെ കേരളത്തിൽ ഹല്ലേലൂയ നമ്മുടെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാനയൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മണിപ്പൂര്, ഒറീസ, അതുപോലെ തന്നെ ഗുജറാത്ത്, യു പി ഒക്കെ നമ്മൾ ചിന്തിച്ചാൽ ഹല്ലേലൂയ നല്ല മനുഷ്യരുമുണ്ട്, ചീത്തയായ മനുഷ്യരുമുണ്ട്. എന്നാൽ നല്ല മൃഗങ്ങളുമുണ്ട്, ദുഷ്ടമൃഗങ്ങളുമുണ്ട്. അങ്ങനെ ഈ പ്രദേശങ്ങളിൽ ഒരു കൂട്ടം ദുഷ്ടരായ മൃഗസ്വഭാവമുള്ള ഗ്രേക്കരെ പോലെയുള്ള ഒരു കൂട്ടം ആളുകൾ ദൈവസഭയ്ക്ക് നേരെ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലേ, ദൈവസഭയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നവനെ, ദൈവദാസന്മാർക്ക്, ദൈവമക്കൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നവരെ വിളിക്കുന്ന പേരാണ് ദുഷ്ടമൃഗങ്ങൾ. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ നാട്ടില് അനവധി പരസ്യയോഗങ്ങളുമായിട്ട് ആളുകൾ ഹല്ലേലൂയ ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് ദൈവദാസന്മാർ അത് ദൈവം അയച്ചതാണ് അവരെ. അപ്പൊ അവര് ഈ പരസ്യമായിട്ട് ഇറങ്ങി ഓരോ കോണിലും മൂലയിലും മുക്കിലും ഒക്കെ പോയി നിന്ന് ദൈവത്തിന്റെ വചനം, സുവിശേഷം, ജനത്തിന് മാനസാന്തരത്തിന്, നിത്യജീവന് വേണ്ടിയിട്ട് രക്ഷയ്ക്കുള്ള മാർഗത്തെ വിളിച്ചു പറയുക. സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, സ്നേഹത്തിന്റെ സന്ദേശം അവർ വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. ഒരിക്കലും ഒരു അസഭ്യ വാക്കുകളോ ഒരു ചീത്ത വാക്കുകളോ അവർ വിളിച്ചു പറയാറില്ല. അവർ ഉദ്ദേശിക്കുന്ന മനുഷ്യന്റെ സമാധാനം, അവന്റെ ആത്മരക്ഷയാണ്. ഹല്ലേലൂയ. അങ്ങനെ ആത്മഭാരമുള്ള അനവധി ആളുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദുഷ്ടരായിരിക്കുന്ന ഒരു കൂട്ടം മൃഗങ്ങളെപ്പോലെ സ്വഭാവമുള്ളവർ കടന്നു വന്ന് അവരെ ആക്രമിക്കുന്നതും ചീത്ത വിളിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും ദൈവസഭയ്ക്ക് നേരെ കടുത്ത ആക്രമണമായിട്ട് കടന്നു വരുന്ന ദുഷ്ടമൃഗങ്ങളുണ്ട്. പൗലോസിന്റെ ശുശ്രൂഷ കാലഘട്ടത്തിലും ഇതുപോലെയുള്ള ദുഷ്ടമൃഗങ്ങളുണ്ടായിരുന്നു. പൗലോസ് അവരോട് മൃഗത്തോട് യുദ്ധം ചെയ്യുന്നത് പോലെ ചെയ്യേണ്ടി വന്നു. മൃഗയുദ്ധം ചെയ്യേണ്ടതുപോലെ പൗലോസ് ആ കാലഘട്ടത്തെ അതിജീവിക്കേണ്ടി വന്നു. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ ഇതിൽ നിന്ന് കണ്ട് ഭാരപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ എഫെസോസിലെ മൃഗയുദ്ധം. ഹല്ലേലൂയ. വീണ്ടും നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇവിടെ ദുഷ്ടമൃഗങ്ങൾ എന്ന് വിളിക്കുന്നത് ദുരുപദേശങ്ങളെ കൊണ്ടുവരുന്ന ദുരുപദേശകന്മാരെ ദുഷ്ടമൃഗങ്ങൾ എന്ന് വിളിക്കുക. അല്ലെങ്കിൽ സഭയ്ക്കകത്ത് ദുരുപദേശങ്ങൾ കൊണ്ടുവരുന്ന, ദൈവമക്കളെ ദുരുപദേശത്തിലേക്ക് കൊണ്ടുപോകുന്ന, വലിച്ചു കൊണ്ടുപോകുന്ന ദുരുപദേശകന്മാരെ, ദുരുപദേശ ശക്തികളെ വിളിക്കുന്നത് ദുഷ്ടമൃഗങ്ങളെന്നാണ്. ഹല്ലേലൂയ. അപ്പൊ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ സാദുക്യർ എന്ന് പറയുന്ന ഒരു കൂട്ടം കർത്താവ് ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് അവർ വാദിച്ചു, നരകമില്ല എന്ന് വാദിച്ചു, പിശാചില്ല എന്നൊക്കെ അവർ പറഞ്ഞത്. ഹല്ലേലൂയ. പൗലോസിന്റെ കാലഘട്ടത്തിൽ ഈ സദൂക്യർ എന്ന് പറഞ്ഞൊരു ജനം ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറയുന്നത് എന്താണ്? ഹല്ലേലൂയ. സ്തോത്രം. ഉയർത്തെഴുന്നേൽപ്പില്ല, മനുഷ്യൻ മരിച്ച പിന്നെ ഉയർത്തെഴുന്നേൽക്കത്തില്ല. ഹല്ലേലൂയ. മാത്രമല്ല നരകമില്ല, അല്ലെങ്കിൽ പിശാചില്ല എന്നൊക്കെ പറയുന്നത്. ഇത് പറയുമ്പോൾ ഞാൻ എന്റെ സുവിശേഷീകരണത്തിൽ ഞാൻ ഇങ്ങനെ സുവിശേഷമായി ഒരിക്കൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അല്പം അരി പൊടിക്കുവാനായിട്ട് ചെന്ന സാഹചര്യമാണ്. അല്ല, അപ്പൊ അങ്ങനെ ചെന്ന സാഹചര്യത്തിൽ അവിടുത്തെ ആളുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മനുഷ്യൻ മരിച്ചാൽ അതുകൊണ്ടെല്ലാം തീർന്നു, നരകമൊന്നുമില്ല, പിശാചൊന്നുമില്ല, ദൈവമില്ല. ഇത് പറഞ്ഞൊരു ക്രിസ്ത്യാനിയാണ്. ഹല്ലേലൂയ.
അപ്പൊ ഞാൻ അവരെ തിരുത്താൻ ശ്രമിച്ചു, പക്ഷെ അവർ അംഗീകരിക്കത്തില്ല. അവരാണ് എന്നും പള്ളിയിൽ പോകുന്ന ആളാണ്, എന്നും പള്ളിയിൽ പോവുകയും കുർബാന സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. ആ മനുഷ്യൻ പറയാണ് ഉയർത്തെഴുന്നേൽപ്പില്ല, നരകമില്ല, പിശാചില്ല, ദൈവമില്ല. ഞാൻ ചോദിച്ചത് പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ പള്ളിയിൽ പോകുന്നത്? അതവർക്ക് അതിനെക്കുറിച്ച് മറുപടിയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ദുഷ്ടമൃഗങ്ങളെ പോലെയുള്ളവർ ക്രൈസ്തവ സമൂഹത്തിലുണ്ട്. ലേരിയ. കാരണം കർത്താവിനെയും വിശ്വസിക്കുന്നില്ല, നരകത്തെയും വിശ്വസിക്കില്ല, ഉയർത്തെഴുന്നേൽപ്പിനെയും വിശ്വസിക്കില്ല, പിശാചിനെ ഇതൊന്നും ചിന്തിക്കാതെ വെറും വിമർശകരായിരിക്കുന്ന ദുഷ്ടമൃഗങ്ങൾ. ലേരിയ. ദൈവസഭയ്ക്കകത്ത് ഒരുപാട് ദുഷ്ടമൃഗങ്ങളുണ്ട്. ദൈവസഭയ്ക്കകത്ത് വേർപെട്ട കൂട്ടങ്ങളുടെ നിലയിൽ ഒരുപാട് ദുഷ്ടമൃഗങ്ങളുണ്ട്. അപ്പൊ ദൈവസഭയ്ക്കകത്ത് ജാതിയുടെ പേര് പറഞ്ഞ്, മതത്തിന്റെ പേര് പറഞ്ഞ്, പാരമ്പര്യം പറഞ്ഞ്, പൗരോഹിത്യം പറഞ്ഞ്, പണം പറഞ്ഞ്, സൗന്ദര്യം പറഞ്ഞ്, വിദ്യാഭ്യാസം പറഞ്ഞ് മാറ്റി നിർത്തുന്ന അല്ലേലിയ, കറുത്തവർക്കൊരു ഭാഷ, വെളുത്തവർക്കൊരു ഭാഷ എന്നൊക്കെ പറഞ്ഞ് വേർതിരി ഉണ്ടാക്കുന്ന ദുഷ്ടമൃഗങ്ങളുണ്ട്. ദിവ്യാഗ്രികളായിരിക്കും ദുഷ്ടമൃഗങ്ങളുണ്ട്. ദുരുപദേശങ്ങൾക്കൂടെ ദുഷ്ടമൃഗങ്ങളുണ്ട്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അധികാരങ്ങൾക്ക് വേണ്ടി മൽപ്പിടുത്തം നടത്തുന്ന ദുഷ്ടമൃഗങ്ങൾ ദൈവസഭയ്ക്കകത്തുമുണ്ട്. ഇവരെയൊക്കെ വിളിക്കുന്ന ദുഷ്ടമൃഗങ്ങളാണ്. അല്ലേലേ. അപ്പൊ കർത്താവായ യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃകയിലൂടെ നാം വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിന്ന ദൈവവചനത്തിനും ദൈവിക പ്രമാണത്തിനും ഒക്കെ കീഴ്പ്പെട്ടും താഴ്മ ധരിച്ചും പോകുമ്പോഴാണ് ക്രൈസ്തവ ജീവിതം സന്തോഷമാക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ദൈവസഭയ്ക്കകത്ത് പ്രശ്നമുണ്ടാക്കുന്നവൻ, ദൈവസഭയ്ക്കകത്ത് കലക്കമുണ്ടാക്കുന്നവൻ, സ്ഥാനമാനത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നവൻ ഒക്കെ ദുഷ്ടമൃഗങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ്. ഇതൊക്കെ ദൈവസഭയ്ക്കകത്ത് എല്ലാ ശുശ്രൂഷയിലും, എല്ലാ മേഖലയിലും, എല്ലാ വിഭാഗക്കാരുടെ ഇതുണ്ട് കേട്ടോ. അല്ലേലിയ. എല്ലാ വിഭാഗക്കാരുടെയിലും ഉണ്ട്. ചിലർ എനിക്ക് മാത്രമേ പ്രസംഗിക്കാൻ അറിയത്തുള്ളൂ, എനിക്ക് മാത്രമേ ശുശ്രൂഷിക്കുക, എനിക്ക് മാത്രമേ കൃപയുള്ളൂ, ഞാൻ മാത്രം ചെയ്താലേ ശരിയാവുള്ളൂ, എന്നെ പോലെ കഴിവ് ആർക്കുമില്ല, എന്നെ പോലെ പ്രാപ്തി മറ്റാർക്കുമില്ല എന്നൊക്കെ പറയുന്ന അനവധി ദുഷ്ടമൃഗങ്ങളുണ്ട്. അല്ലേലിയ. കഴിഞ്ഞ കാലങ്ങളിൽ ഒരു ദുഷ്ടമൃഗത്തെ പോലെ ഒരു വ്യക്തി പറഞ്ഞു, ഞങ്ങളെല്ലാം ഭയങ്കരമായിട്ട് പ്രസംഗിക്കുന്ന ആളാണ്, ഞങ്ങളെല്ലാം നന്നായിട്ട് ശുശ്രൂഷിക്കും, ഞങ്ങൾക്കെല്ലാം നന്നായിട്ട്, ഞങ്ങളെല്ലാവരും ഒന്നിനേക്കാൾ ഒന്ന് മെച്ചമാണ്. പക്ഷെ ആ പുള്ളിക്കൊന്നും അറിയത്തില്ല. കാരണം ദൈവസഭയ്ക്ക് നേരെ എഴുന്നേൽക്കുന്ന ദുഷ്ടമൃഗങ്ങളാണ്. ഞാനിത് പറയാൻ കാരണം, എന്നെ കേൾക്കുന്ന പൗലോസിന്റെ കാലഘട്ടത്തില് പൗലോസ് ഇങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങളെ അതിജീവിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത്, ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടതയുടെ നിലയിലൂടെ കടന്നു പോകേണ്ടതാണ്, ഒരുപാട് വെല്ലുവിളികളെ നേരിടേണ്ടതാണ്, ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതാണ്. പലപ്പോഴും വേണ്ട എന്ന് തോന്നത്തക്ക നിലയിൽ ഇട്ടച്ച് പോയാൽ മതി എന്ന് പറയത്തക്ക നിലയിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. പ്രൈസലോട്. അല്ലേലിയ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദൈവദാസനുമായിട്ട് സംസാരിച്ചപ്പോൾ ദൈവദാസൻ പറയും, എന്റെ പാസ്റ്ററെ വല്ല വിധത്തിലും തലയൂരി പോയാൽ മതി എന്ന് ചിന്തിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ തിരുത്തി. ഞാൻ അദ്ദേഹത്തിനും എന്റെ പാസ്റ്ററെ അങ്ങനെയൊക്കെ പറയാതെ, ഇവിടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ, അല്ലേലിയ, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെതിരെ എഴുന്നേറ്റ അനവധി ദുഷ്ടമൃഗങ്ങളുണ്ട്. അന്നത്തെ റോമൻ ഭരണകൂടം, യഹൂദന്മാർ, സാധുക്യര്, പരീശന്മാര്, ഇവരെല്ലാം യേശുക്രിസ്തുവിനെതിരെ, സുവിശേഷത്തിനെതിരെ, കർത്താവിന്റെ പ്രമാണത്തിനെതിരെ, യേശുക്രിസ്തുവിനുള്ള ദൈവത്തിനെതിരെ എഴുന്നേറ്റ അനവധി ദുഷ്ടമൃഗങ്ങൾ യേശുവിനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ള ദുഷ്ടമൃഗങ്ങൾ എല്ലാം കൂടിയാണല്ലോ കർത്താവായ യേശുക്രിസ്തുവിനെ കാൽവരിയിൽ ക്രൂശിച്ചത്. അപ്പൊ ഞാൻ ആ ദൈവദാസന് പറഞ്ഞത്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള പീഡകളും പ്രതിസന്ധികളൊക്കെ കടന്നു വരും, നമ്മൾ അതിനെ സന്തോഷത്തോടെ കാണണം. അല്ലേ. അപ്പൊ ഇട്ടേച്ച് പോവുക, പല വിധത്തിലും തലയൂരി പോവുക എന്നുള്ളതല്ല. കർത്താവിനോട് കൂടി കഷ്ടം സഹിക്കുന്നവനാണ് നിത്യതയിലെത്തുന്നത്. അല്ലേ. യേശുവിനോട് കൂടെ കഷ്ടം സഹിക്കുവാൻ, യേശുവിനോട് പ്രതിസന്ധികളുടെ പ്രതികൂലത്തിലൂടെ കടന്നു പോകാൻ കഴിയുന്നവന് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ജീവിതത്തിൽ മൃഗസമാനമായ മൃഗയുദ്ധം താൻ ചെയ്യേണ്ടി വന്നു. മൃഗങ്ങളെ പോലെയുള്ള ദുഷ്ടമനുഷ്യർ തനിക്ക് നേരെ കടന്നു വന്ന് തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത സമയങ്ങളുണ്ട്. തന്റെ ജീവൻ പോലും നഷ്ടമായെന്ന് തോന്നത്തക്ക നിലയിൽ പൗലോസ് കടന്നുപോയ സാഹചര്യങ്ങളുണ്ട്. അല്ലേലിയ. അവിടെ എല്ലാം പൗലോസ് ഉറപ്പോടെ എന്നതിന്റെ കാരണം എന്താ? നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ കൊണ്ടാണ്. പ്രൈസലോട്. ക്രിസ്ത്യ ജീവിതം പട്ടുമെത്തിയുടെ അനുഭവമല്ല സഹോദരൻ. എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, ക്രിസ്ത്യ ജീവിതം പട്ടുമെത്തിയുടെ അനുഭവമല്ല. ക്രിസ്ത്യ ജീവിതം അല്ലെങ്കിൽ ഒരു ആഡംബരത്തിന്റെ അനുഭവമല്ല. ക്രിസ്ത്യ ജീവിതം ഉല്ലാസമല്ല. ക്രിസ്ത്യ ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതല്ല. ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് കഷ്ടതയുടെ നടുവിലൂടെ കടന്നുപോയി പ്രാപിക്കുവാൻ കഴിയണം. അങ്ങനെ ചെല്ലുന്നതാണ് ക്രിസ്ത്യ ജീവിതം.
അതിന് പരീക്ഷകളുണ്ട്. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞ് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനെ തികഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർ വീട്ടിൽ ജീവകിരീടം പ്രാപിക്കുമെന്ന് യാക്കോബിന്റെ ലേഖനം 1:12 വായിക്കുന്നുണ്ട്. ക്രിസ്തു ജീവിതം കഷ്ടപ്പാടാ കേട്ടോ. അല്ലേ, ചിലരൊക്കെ ഇങ്ങോട്ട് വരുന്ന ക്രിസ്ത്യ ജീവിതത്തിലേക്ക് വരുന്ന ക്രൈസ്തവ ജീവിതം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വന്നവണ്ടെ പണം കിട്ടുമെന്ന് പറഞ്ഞു വരുന്നവരുണ്ട്. ചിലർ പണം മാത്രം ഉദ്ദേശിച്ച് വരുന്നവരുണ്ട്. അല്ലേ, എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് എന്ത് കിട്ടും, നിങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് പണം വരാനുണ്ടോ, ഗൾഫിൽ നിന്ന് പണം വരാനുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഞാൻ അവർക്ക് എന്റെ സഹോദരന്മാരെ, അമേരിക്കയിൽ നിന്ന് ഗൾഫിൽ നിന്ന് പണം വരാനില്ല. ഞങ്ങളൊക്കെ നിങ്ങളെപ്പോലെ തന്നെ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്നവരാണ്. നിങ്ങൾ പണിയെടുക്കണം. ഞങ്ങൾ ഒരു ദിവസം ഞങ്ങളെ കണ്ട് കഴിയുന്നതോടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെപ്പോലെ നശിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി, സുവിശേഷത്തിന് വിരോധമായി നിൽക്കുന്ന അനവധികൾ അവർക്ക് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ കണ്ണീരോടെ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്നവരാ. ചിലർക്ക് ഓർക്കുന്ന ഇതിനകത്ത് വന്ന പണം വാരി കൂട്ടാം. അങ്ങനെ കൂട്ടുന്നവരുണ്ട് കേട്ടോ. പണം ഇതിനകത്തും പെന്തക്കോസ്ത് ജീവിതത്തിൽ വന്ന് പണം വാരി കൂട്ടി തലമുറയ്ക്ക് കഴിയാൻ വേണ്ടി അല്ലെങ്കിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു കഴിവ് വേണം, അതിനൊക്കെ ഒരു കഴിവ് വേണം, അതിനൊക്കെ ഒരു ആചാരത വേണം, അതിനൊക്കെ ഒരു പ്രാപ്തി വേണം. ചില കള്ളം പറയാനുള്ള കൃപയൊക്കെ വേണം, ചില കബളിപ്പിക്കാനുള്ള കൃപയൊക്കെ വേണം. കാരണം വീഴുന്നിടത്ത് കിടന്ന് ഉരുളാനുള്ള കൃപയൊക്കെ വേണം അതിന്. കാരണം ഇതിനെ പണം സമ്പാദിക്കാൻ അങ്ങനെയൊക്കെയാണ്. നേരായ മാർഗത്തിലൂടെ പോകുന്നവർക്ക് കഷ്ടത തന്നെയാണ്. നേരായ മാർഗത്തിലൂടെ പോകുന്നവർക്ക്, സത്യസുവിശേഷത്തെ യഥാർത്ഥമായി വിളിച്ചു പറഞ്ഞു പോകുന്ന വ്യക്തികൾക്ക് എപ്പോഴും കഷ്ടതകളുണ്ട്. അങ്ങനെ പണം ഉണ്ടാക്കി ഒരുപാട് ആളുകളുണ്ട്. കാരണം അത് തന്ത്രങ്ങളാണ്. അതിനകത്ത് ഇപ്പൊ സാത്താന്യ ശക്തി കാണും. അപ്പം ഈ സുവിശേഷം എന്ന് പറയുന്നത് കർത്താവിനോടൊപ്പം ചേർന്ന് കഷ്ടം സഹിച്ച് വിളിച്ചു പറയണം. പ്രശ്നങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, വെല്ലുവിളികളുണ്ടാകും, അപമാനങ്ങളുണ്ടാകാം, നിന്ദകളുണ്ടാകാം. അങ്ങനെയൊക്കെ ഒരുപാട് സാഹചര്യങ്ങളുടെ ഞാൻ നിങ്ങൾ കടന്നു പോകുമ്പോൾ അവയൊന്നും ഓർത്ത് നിങ്ങൾ ഭാരപ്പെടരുത്. പൗലോസൊക്കെ കടന്നുപോയ ആളാണ്. അല്ലേ, ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത് സാധുക്കിന് പറയുന്നത് എന്താ? നരകമില്ല, പിശാചില്ല, സ്വർഗമില്ല, ഉയർത്തെഴുന്നേൽപ്പില്ല എന്നൊക്കെയാ പറയുന്നത്. അല്ലേ, ഇങ്ങനെ പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അല്ലേ, പഴയ നിയമത്തിലുള്ള പരിച്ഛേദന, ചടങ്ങ്, സമ്പ്രദായങ്ങൾ, പാരമ്പര്യങ്ങൾ സകലത്തെയും ആചരിക്കണമെന്ന് പറയുന്നവരുണ്ട്. അല്ലേ, പഴയ നിയമത്തിലെ സ്തോത്രം, അല്ലേ, പരിച്ഛേദന, ചടങ്ങ്, സമ്പ്രദായങ്ങൾ, പാരമ്പര്യങ്ങൾ അന്നത്തെ കാലഘട്ടത്തിലുള്ളതെല്ലാം കൊണ്ടു നടക്കണമെന്ന് പറയുന്ന കൂട്ടരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ ഇന്ന് സഭയ്ക്കകത്തുണ്ട്. അതൊക്കെ ഒരു ദുരുപദേശ ചിന്തകളാണ്. അല്ലേ, വീണ്ടും ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അല്ലേ, ചില ക്രിസ്തുവിന്റെ ദൈവികത്വത്തെ നിരാകരിക്കുന്നവരുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ തള്ളിപ്പറയുന്നവരുണ്ട്. കർത്താവായ യേശുക്രിസ്തു ദൈവമല്ല, അവനൊരു പ്രവാചകൻ മാത്രമാണെന്ന് പറയുന്ന അനവധി ആളുകൾ രംഗത്ത്. അങ്ങനെയുള്ള ഒരുപാട് ദുഷ്ടമനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. യേശുവിനെയും യേശുവിന്റെ ദൈവത്വത്തെയും നിഷേധിക്കുന്ന, തള്ളിക്കളയുന്ന ഒരുപാട് ദുഷ്ടമൃഗങ്ങൾ പൗലോസിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നതേ. അതല്ലേ പൗലോസ് ഇത്രമാത്രം ഈ വചനം നമുക്ക് എഴുതിത്തരാൻ കാരണമായി തീർന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ദൈവത്തിന് വചനമായി കാണുന്ന. അല്ലുയ്യ, അപ്പം ദുരുപദേശക്കാരെ ദൈവവചനം എന്തുകൊണ്ട്, ദുരുപദേശക്കാരെ ദൈവത്തിനെ എന്തുകൊണ്ട് ദുഷ്ടമൃഗം എന്ന് വിളിക്കുന്നു? ദുരുപദേശക്കാരെ ദൈവത്തിനെ എന്തുകൊണ്ടാണ് ദുഷ്ടമൃഗം എന്ന് വിളിക്കുന്നത്? അന്തിക്രിസ്തുവിന്റെ ഒരു നാമധേയമാണ് ദുഷ്ടമൃഗം എന്നുള്ളത്. അന്തിക്രിസ്തുവിന്റെ ഒരു നാമമാണ് ദുഷ്ടമൃഗം എന്നുള്ളത്. അതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം, അല്ലേലൂയ. അപ്പോൾ 10 കൊമ്പും, അല്ലേലൂയ, 7 തലയും, കൊമ്പുകളിൽ 10 രാജ്യമുടി, തലയിൽ ദൂഷണനാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും, അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും, വായ് സിംഹത്തിന്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. ഇതൊരു അന്തിക്രിസ്തുവിന്റെ നാമധേയത്തെ കുറിച്ചാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 10 കൊമ്പും 7 തലയുമുള്ള മൃഗം കടലിൽ നിന്ന് കയറി വരുന്നു. 2 മൃഗങ്ങളെ കുറിച്ചാണ് ഈ ഒരു അധ്യായത്തിൽ വിവരിക്കുന്നത്. അതിൽ ആദ്യത്തെ മൃഗം അത്യപൂർവമായും സമ്മിശ്ര രൂപത്തിലും ഉള്ളതുമാണ്. ആ മൃഗം അല്ലെങ്കിൽ സമുദ്രത്തിൽ നിന്നും കയറി വരുന്നതായി യോഹന്നാൻ കാണുകയാണ്. ഏത് ക്രിസ്തുവിന്റെ ഒരു പ്രതിരൂപമാണ് ഈ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന ദുഷ്ടമൃഗം. ലേറിയ ദുഷ്ടമൃഗം. ഇവിടെ സമുദ്രം എന്ന് പറയുന്നത് ഒരു മെഡിറ്ററേനിയൻ കടലാണെന്ന് തോന്നാമെങ്കിലും ആത്മീയമാണെന്ന് ചിന്തിച്ചാൽ ഈ ലോകത്തിലുള്ള മനുഷ്യ സമൂഹത്തെയാണ് ഇവിടെ സമുദ്രം എന്ന് ഉദ്ദേശിക്കുന്നത്.
അല്ലേലിയ. അപ്പൊ ഇത് ഈ മൃഗം ഒരു രാഷ്ട്രീയ നേതാവും അല്ലേലിയ നേതാവും 11-18 വാക്യങ്ങളിൽ കാണുന്നത് പോലെ മൃഗം ഒരു മത നേതാവുമാണ്. ലേലിയ സോദർ മൃഗം ഒരു മത നേതാവുമാണെന്ന് പിന്നീട് ആണെന്ന് പറയുന്നു. ലേലിയ. അപ്പൊ ഈ മൃഗത്തെ കുറിച്ച് പറയുന്നത് ഇതൊരു രാഷ്ട്രീയ നേതാവാണ്, ഒരു മത നേതാവാണ്, കള്ളപ്രവാചകന്മാരാണ്. അപ്പോൾ തന്നെ ഇവർ അന്തിക്രിസ്തുവാണ്. അല്ലേ? അപ്പൊ ദൈവസഭയ്ക്ക് നേരെ രാഷ്ട്രീയ നേതാക്കന്മാരും മത നേതാക്കന്മാരും കള്ളപ്രവാചകന്മാരടങ്ങുന്ന അനവധി ദുഷ്ടമൃഗങ്ങൾ ദൈവസഭയ്ക്ക് നേരെ എഴുന്നേൽക്കാൻ സാധ്യതയുണ്ട്, എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കർത്താവ് എന്നെ നിങ്ങളെ സുവിശേഷമായി ഈ ദേശത്ത് നിർത്തിയിരിക്കുന്നത്. സുവിശേഷം പറയുമ്പോൾ ലജ്ജിക്കപ്പെട്ടു പോകരുത്, സുവിശേഷം പറയുമ്പോൾ ഭയന്നു പോകരുത്. ദുഷ്ടമൃഗങ്ങളുടെ നടുവിലാണ് ദൈവം നമ്മെ അയച്ചിരിക്കുന്നത്, നമ്മൾ ഓർത്തോണം. അതുകൊണ്ടാണ് നമ്മൾ മത്തായി ചോദിച്ചിട്ട് പോകും, ചെന്നായ്ക്കളുടെ ആടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു പറയുന്നത് കർത്താവ് പറഞ്ഞു. അല്ലേലിയ. അപ്പൊ അനവധി സാത്താന്യ ശക്തികൾ ഇവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. അല്ലേലിയ. അപ്പൊ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ 13-ാം അധ്യായത്തിൽ 11-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. അല്ലേലിയ. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ അല്ലേലിയ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. അത് 1-ാമത്തെ മൃഗത്തിന്റെ മുമ്പാകെ അതിന്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ 1-ാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. അത് മനുഷ്യർ കാണുക ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറും വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും ചെയ്യുമെന്നാണ് ഇത് പറയുന്നത്. ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു മത നേതാവ്, കള്ളപ്രവാചകൻ എന്ന് പറഞ്ഞാൽ അന്തിക്രിസ്തുവിന്റെ ഒരു പതിപ്പാണ്. എന്നെ കേൾക്കുന്ന മനസ്സിലേക്ക് ദൈവസഭയ്ക്ക് ഇതുപോലെയുള്ള പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വെല്ലുവിളികളും ഉണ്ട്. അതിന്റെ നടുവിൽ നിങ്ങൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ ഉറച്ചു നിൽക്കണം. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ മധ്യാകാശ ഏറ്റവും ആസന്നമായ കാലഘട്ടത്തിൽ വിശ്വാസം ത്യജിച്ചു കളയാതെ, വിശ്വാസം തള്ളിക്കളയാതെ, എങ്ങനെയെങ്കിലും തലയൂരി പോയാൽ മതി എന്ന് ചിന്തിക്കാതെ അവസാനത്തോളം പിടിച്ചു നിൽക്കണം. അവസാനത്തോളം സഹിച്ചു നിൽക്കാൻ രക്ഷിക്കപ്പെടുമെന്നാണ് കർത്താവ് യേശുക്രിസ്തു സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. മത്തായി 24 വായിച്ച് കാണാൻ കഴിയും. അല്ലേ? അതേ, പ്രശ്നങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്, നിന്ദകളുണ്ടെന്ന് എല്ലാം ഉണ്ടെന്ന്. പക്ഷെ ക്രിസ്ത്യ ജീവിതം ഒരു സന്തോഷമാണ് കേട്ടോ. അല്ലേ? കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തി, കർത്താവായ യേശുക്രിസ്തുവിനെ പിന്തുടരുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിലും വെല്ലുവിളികളുണ്ടെങ്കിലും ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞ സന്തോഷമാണ്. അല്ലേ? പ്രശ്നങ്ങളൊക്കെ വരും, കഷ്ടതയൊക്കെ കടന്നു വരും, വെല്ലുവിളികൾ കടന്നു വരും, ദാരിദ്ര്യങ്ങളും ദുഃഖങ്ങളും സാമ്പത്തിക ഞെരുക്കങ്ങളും രോഗങ്ങളും വ്യാധികളൊക്കെ ദൈവസഭയ്ക്ക് നേരെ കടന്നു വരാം. പക്ഷേ എങ്കിലും ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറയുന്ന സമാധാനം ഈ ലോകത്തിൽ വേറെ ഒന്നും കിട്ടത്തില്ല. അല്ലേല് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, സുവിശേഷത്തിനെതിരെ വ്യാപരിക്കുന്ന അനവധി ദുഷ്ടമൃഗങ്ങളെ പോലുള്ള ശത്രുക്കൾ, പൗലോസിന്റെ കാലഘട്ടത്തിൽ ദുഷ്ടമൃഗത്തിന്റെ സ്വഭാവക്കാരായിരിക്കുന്ന ഗ്രേക്കർ പൗലോസിന് നേരെ എഴുന്നേറ്റതുപോലെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കാലഘട്ടങ്ങളിൽ കർത്താവ് യേശുക്രിസ്തുവിനെതിരെ എഴുന്നേറ്റ റോമൻ സൈന്യം, റോമൻ പടയാളികൾ, അന്നത്തെ ചക്രവർത്തിമാർ, അല്ലേറിയ അന്നത്തെ ഭരണ സംവിധാനങ്ങൾ, അന്നത്തെ രാഷ്ട്രീയങ്ങൾ, പരീശന്മാരും സാധുക്കളും മഹാപുരോഹിതന്മാരും യഹൂദന്മാരും ഒന്നടങ്കം ദുഷ്ടമൃഗങ്ങളെ പോലെ യേശുവിനെ വേട്ടയാടി പിടിച്ചല്ലേറിയ ഗെത്സമനെ തൊട്ട് ഗോൽഗോഥ വരെ ഭാരമേറിയ ക്രൂശ് യേശുവിനെ കൊടുത്ത് അവർ ചാട്ടവാർ കൊണ്ട് മാറി മാറി അടിച്ച് തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കി. അല്ലേറിയ ഗോൽഗോഥയിൽ എലറിയ മരക്കുരിശിമേൽ കാരിരുപ്പാണിയാൽ തറച്ചു. അവന്റെ കൈകാലുകൾ കാരിരുപ്പാണിയാൽ തറക്കപ്പെട്ടു. അല്ലേറിയ അവന്റെ ശരീരം ഉഴവുചാരപോലെ പടയാളികൾ അടിച്ചു എഴുതിയ നീളത്തിൽ കീറി. അവനെ കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് വിരൂപമായി അത്രമാത്രം യേശുക്രിസ്തുവിന് കഷ്ടം കടന്നു വന്നു. അന്നത്തെ ആളുകൾ ദുഷ്ടമൃഗങ്ങളെ പോലെ യേശുവിനെ വേട്ടയാടി ക്രൂശിൽ തറച്ചു. അല്ലേലിയ. അപ്പൊ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലും നല്ല ആളുകളും ഉണ്ടായിരുന്നു, ദുഷ്ട ആളുകളും ഉണ്ടായിരുന്നു. അല്ലേ? ഈ കാലഘട്ടത്തിൽ നല്ല ആളുകളുണ്ട്, ദുഷ്ടന്മാരായിരിക്കുന്ന ആളുകളുണ്ട്.
എന്നാൽ നല്ല മൃഗങ്ങളുമുണ്ട്, ദുഷ്ടമൃഗങ്ങളുണ്ടെന്ന് പറഞ്ഞവരെ ഇത് തന്നെയാണ് പൗലോസിന്റെ ജീവിതത്തിലും പൗലോസ് അനുഭവിച്ചതും. അതുകൊണ്ടാണ് പൗലോസ് ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത്. പൗലോസ് എഫെസോസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ മൃഗസ്വഭാവമുള്ള മൃഗസമാനമായിരിക്കുന്ന ദുഷ്ടമൃഗങ്ങളെ പോലെയുള്ള ഒരു കൂട്ടം ജനം പൗലോസിനെതിരെ എഴുന്നേറ്റ് പൗലോസുമായിട്ട് വലിയ പോരാട്ടം, വെല്ലുവിളികൾ, പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിനകത്തും മൃഗത്തോട് യുദ്ധം ചെയ്യുന്നത് പോലെ പൗലോസ് അവരോട് മല്ലുപിടിക്കേണ്ടി വന്നു. മരണം, തന്റെ ജീവിതം തന്റെ ജീവിതം പോലും തന്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള അനുഭവത്തിലേക്ക് പൗലോസ് എത്തിയിരുന്നു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, വിശ്വാസ ജീവിതത്തിനകത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ, ചെറിയ ചെറിയ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ അതിന് തന്നെ നീ പിറുപിറുത്തു പോകരുത്. ഹല്ലേലൂയ. കർത്താവിനെ അനുഗമിക്കണമെങ്കിൽ നാം വില കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. യേശുവിനെ അനുഗമിക്കണമെങ്കിൽ നാം വില കൊടുക്കേണ്ടി വരും. ക്രിസ്ത്യ ജീവിതം പട്ടുമെത്തയിൽ കിടന്ന് ഉരുളുന്നതല്ല. അല്ലേ? ചിലരുടെയൊക്കെ ജീവിതം, ചിലരൊക്കെ ചിന്തിക്കുന്നത് ക്രിസ്ത്യ ജീവിതം പട്ടുമെത്തയിൽ കിടന്ന് ഉരുളുന്നതാണെന്നാണ്. അങ്ങനെയല്ല ശ്രോതാവേ. ക്രിസ്ത്യ ജീവിതം മുള്ളും പറക്കാരെയും കൊണ്ട് നിറയപ്പെട്ടതാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് തുട്ടരായിരിക്കുന്ന മനുഷ്യൻ, നല്ല മനുഷ്യൻ നിറയപ്പെട്ട ഈ ഭൂമിയിൽ ദൈവം നമ്മെ സുവിശേഷമായി ദേശത്തിന്റെ അങ്ങോളം ഇങ്ങോളം അയച്ചുകൊണ്ടിരിക്കുമ്പോൾ പല മേഖലയിലും തുട്ടരായിരിക്കുന്ന അനവധി ആളുകൾ നിനക്ക് നേരെ എഴുന്നേറ്റേക്കാം. അവിടെയൊന്നും ചഞ്ചലപ്പെട്ടു പോകരുത്, ഭയപ്പെട്ടു പോകരുത്. നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നിറപടിയായി ചെയ്യണം, രക്തം ചെയ്യണം. പൗലോസിനെ ചോദിച്ച പൗലോസ് പറയും, പൗലോസ് നിങ്ങൾ ചോദിച്ചു നോക്കിയായിട്ട് പൗലോസ് പറയും, എന്റെ സഹോദര സഹോദരി, എനിക്ക് ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വന്നു, ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വന്നു, ഒരുപാട് ഉപദ്രവങ്ങൾ കടന്നു വന്നു. എഫെസോസിൽ ഞാൻ മൃഗയുദ്ധം മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷ്യമല്ല, അത്രമാത്രം പീഡനം കടന്നുപോയെങ്കിലും എനിക്ക് സന്തോഷമാണ് എന്ന് പൗലോസ് പറയും. അല്ലേ? അതുകൊണ്ടാണ് പൗലോസ് ഈ മൃഗയുദ്ധം പോലെയുള്ള ആ സാഹചര്യത്തിലൂടെ കടന്നു എന്നിട്ടും പൗലോസ് അവസാനം പറഞ്ഞു, ഞാൻ നല്ല ഒരു തോട്ടം തികച്ച് വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്ക് പൗലോസ് ധൈര്യത്തോടെ ആവേശത്തോടെ വിളിച്ചു പറയുക, എന്നെ കേൾക്കുന്ന മാതാപിതാവേ, വിശ്വാസ ജീവിതം ആവേശമായിരിക്കട്ടെ, ക്രിസ്തു ജീവിതം ആവേശമായിരിക്കട്ടെ. പ്രതികൂലങ്ങളെ കണ്ട് നീ തകർന്നു പോകരുത്, വെല്ലുവിളികളെ കണ്ട് നീ തകർന്നു പോകരുത്, തുട്ടരായിരിക്കുന്ന മനുഷ്യരെ കണ്ട് നീ ഭയപ്പെട്ടു പോകരുത്. നിന്നെ വേട്ടയാടി പീഡിക്കുവാൻ പൈശാചിക ശക്തികൾ, സാത്താന്യ ശക്തികൾ ഒന്നടങ്കം എഴുന്നേറ്റേക്കാം. അതൊന്നും കണ്ട് നീ തകർന്നു പോകരുത്. അല്ലേ? അപ്പൊ ഇവിടെ ദുഷ്ടമൃഗങ്ങളും നല്ല മൃഗങ്ങളെ കൊണ്ട് ഭയപ്പെട്ടതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അല്ലേരിയ അന്നത്തെ കാലത്ത് നമ്മുടെ കേരളമൊക്കെ ദുഷ്ടമൃഗത്തിന് സമാനമായിരിക്കുന്ന അനവധി സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത്. അല്ലേരിയ ഇവിടെ നാം ദൈവസ്ഥാനിൽ ഉറപ്പോടെ നിൽക്കണം. കർത്താവ് യേശുക്രിസ്തുവിന് വേണ്ടി ഉറപ്പോടെ നിൽക്കണം. ഏത് പ്രതികൂലം വന്നാലും, ഏത് വെല്ലുവിളി വന്നാലും, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നാലും, നിന്ദകൾ ഏൽക്കേണ്ടി വന്നാലും, ഉപദ്രവം ഏൽക്കേണ്ടി വന്നാലും, കഷ്ടം സഹിക്കേണ്ടി വന്നാലും, അല്ലേരിയ മുൾക്കിരീടം പോലെ നീ അണിയേണ്ടി വന്നാലും, ഹല്ലേലൂയ എന്ന് പറഞ്ഞ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ക്രിസ്ത്യ ജീവിതം ആവേശമായിരിക്കണം. ഹല്ലേലൂയ. ക്രിസ്ത്യ ജീവിതം ആവേശത്തോടുകൂടി കൊണ്ടുപോകാൻ കഴിയുന്നവനാണ് ഭാഗ്യവാൻ എന്ന് വിശ്വസിക്കുന്നവൻ ഞാൻ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ക്രിസ്ത്യ ജീവിതത്തിൽ നിരാശപ്പെട്ടു പോകത്തില്ല. കാരണം ദുഷ്ടരായിരിക്കുന്ന മനുഷ്യരും നല്ല മനുഷ്യരുമുള്ള ഇടയിലാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. അല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, അല്ലേലൂയ, സ്തോത്രം, അന്ന് അല്ലേലൂയ കടൽക്കരയിലെ മണലിലിരുന്ന് കടലിലെ മണലിൽ നിന്ന് മൃഗം വന്നതുപോലെ അന്യ നാടുകളിൽ നിന്ന് ഈ അവസാന ദിവസങ്ങളിൽ പലതരത്തിലുള്ള ദുരുപദേശങ്ങൾ, തെറ്റായ ഉപദേശങ്ങൾ ഒക്കെ കടന്നു വരും എന്ന് പറഞ്ഞാൽ വെളിപ്പാട് ദിവസം 13 വായിക്കുന്ന പോലെ തന്നെ കടലിൽ നിന്ന് അല്ലെങ്കിൽ കയറി വന്ന മൃഗത്തെ പോലെ കരയിൽ നിന്ന് കയറി വന്ന മൃഗത്തെ പോലെ ഈ നാളുകളിൽ ദേശത്തിന്റെ, രാജ്യത്തിന്റെ, രാഷ്ട്രങ്ങളുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ദുരുപദേശന്മാർ വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അന്തിക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ച് അനേകർ വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ മനുഷ്യനെ തെറ്റിക്കത്തക്ക നിലയിലുള്ള ഉപദേശങ്ങൾ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. അല്ലേലിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയസിന്റെ ദുരുപദേശങ്ങൾക്ക്, തെറ്റായ ഉപദേശങ്ങൾക്ക് അല്ലേലിയ നിങ്ങൾ വീണ് പോകരുത്. ആട്ടും തോലണിഞ്ഞ ചെന്നായ്ക്കളെ പോലെ അനേകർ വന്നുകൊണ്ടിരിക്കും കാലഘട്ടത്തിൽ. ഹല്ലേലൂയ. പൗലോസ് തന്നെ പറഞ്ഞു, ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കുന്നു പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആട്ടും തോലണിഞ്ഞ അനവധി ചെന്നായ്ക്കൾ ദൈവസഭയ്ക്കകത്ത് നുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ട്. ദുരുപദേശന്മാർ നുഴഞ്ഞു കയറുമ്പോൾ നീ അതിനകത്ത് വഴുതി വീഴാതിരിക്കാൻ നോക്കണം കേട്ടോ. ഹല്ലേലൂയ. രക്തം ചെയ്യും. ജീവിതം ഒരിക്കൽ മാത്രമാ, ജീവിതം ഒന്നേ ഉള്ളൂ. ഈ ഭൂമിയിൽ ഒരിക്കൽ മാത്രം നമുക്ക് അവസരമുള്ളൂ. രണ്ടാമത്
രണ്ടാമതൊരു അവസരമില്ലെന്ന്. അതുകൊണ്ട് ലഭിച്ച സമയം എന്ന് പറയുന്നത് അത് കർത്താവ് യേശുക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കേണ്ടി വന്നാൽ അത് സന്തോഷത്തോടെ സ്വീകരിച്ച് മുന്നോട്ട് യാത്ര ചെയ്യണം. അല്ലേലിയ. കാര്യം പൗലോസൊക്കെ അടിമതരി പോകാറില്ലെന്ന് അവർ ഉറപ്പോടെ നിൽക്കുക. പീഡകൾ അനുഭവിച്ച ആ മനുഷ്യൻ ആമെ എപ്പോഴും പറയുന്ന വാക്കുകൾ നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. അല്ലേലിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാ, നാം ദൈവത്തിന്റെ വചനത്തെ
ആമി പ്രാപിച്ചിരിക്കുന്ന അനവധി ദുഷ്ടമൃഗങ്ങളോട് ഈ കാലഘട്ടത്തിൽ യുദ്ധം ചെയ്യണം. നാം പ്രാർത്ഥനയോടെ യുദ്ധം ചെയ്ത് അതിനെ ജയിച്ച് ദൈവരാജ്യത്തിന്റെ മഹത്വത്തെ ജനത്തിൽ വെളിപ്പെടുത്തി കൊടുക്കണം. അല്ലേലിയ. പൗലോസ് അത് തന്നെയാണ് ചെയ്തത് കേട്ടോ. അല്ലേലിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, അല്ലേലിയ. ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത് സോദരൻ, കർത്താവിന്റെ മക്കളായ നിങ്ങൾ ആത്മാക്കളെ തിരിച്ചറിയുവാനുള്ള കർത്താവിൽ നിന്നുള്ള വിവേചനം വരെ പ്രാപിക്കണം. കർത്താവിൽ നിങ്ങൾ പ്രാപിച്ച് നിങ്ങൾ കർത്താവിന് വേണ്ടി ശക്തിയോടെ നിൽക്കണം. അന്തിക്രിസ്തുവിന്റെ ആത്മാവിനെ തിരിച്ചറിയണം. അല്ലേലിയ. അന്തിക്രിസ്തുവിന്റെ ആത്മാവിനെ തിരിച്ചറിയണം. അതുകൊണ്ട് പൗലോസ് ഫിലിപ്പിന് ലേഖനം എഴുതുമ്പോൾ എങ്ങനെ എഴുതി? ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിൽ നിങ്ങളെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുടുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാകും വണ്ണം മാത്രം നടപ്പിന്ന് പറയുന്നത്. അല്ലേ? പൗലോസിന്റെ ആത്മഭാരം നമ്മൾ തിരിച്ചറിയണം. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നാം വായിച്ച ദൈവത്തിന്റെ വചനം എന്താണ്? 1 കൊരിന്ത്യർ ലേഖനം 15-ാമത്തെ 32-ാമത്തെ വാക്യാണല്ലോ, ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്ത് വെറും മാനുഷം എന്ന് വരികിൽ എനിക്ക് എന്ത് പ്രയോജനം? അല്ലേ? അതെ, പൗലോസ് കടന്നു പോയതുപോലെ നമ്മൾ കടന്നു പോകേണ്ടി വരും. യേശു കടന്നു പോയതുപോലെ നമ്മളും കടന്നു പോകേണ്ടി വരും. അന്തിമസഭ വീടയിലൂടെ കടന്നു പോയതുപോലെ നാമം ചില പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കേണ്ടി വരും. പക്ഷേ നീ തളരാതെ നിന്നാൽ നിന്നെ അവിടെ നടത്തുവാൻ ദൈവം കൂടെ ഉണ്ടാകും. അല്ലേലിയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് പകൽ ആരും കള്ള ഉപദേശങ്ങൾ, അന്തിക്രിസ്തുവിന്റെ ആത്മാവിനെ നിറയപ്പെട്ടു വരുന്ന ദുരുപദേശങ്ങൾ, ദുഷ്ട മനുഷ്യരുടെ ഉപദേശങ്ങൾക്ക് വിധേയപ്പെട്ടു പോകാതെ കർത്താവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുക. ക്രിസ്ത്യ ജീവിത കഷ്ടതയിലൂടെ കടന്നു പോകണം. ക്രിസ്ത്യ ജീവിതം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെയുള്ള അതിലൂടെ കടന്നു പോകുമ്പോഴാണ് ക്രിസ്ത്യ ജീവിതം ആവേശകരമായി മാറുന്നത്. കണ്ണുകളുടെ ചാട്ട്. ഹല്ലേലൂയ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. വാഴ്ത്തിയുടെ കേരളത്തിൽ ഭാരത രാജ്യങ്ങളിൽ അന്തിക്രിസ്തുവിന്റെ ആത്മാവിനെ ഏറ്റെടുത്തുകൊണ്ട് അന്തിക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് അനവധി കള്ള പ്രവാചകന്മാരും കള്ള ഉപദേശകന്മാരും കള്ള ശുശ്രൂഷകന്മാർ വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യനെ കർത്താവ് നാശത്തിലേക്ക് വലിച്ചിരിച്ചുകൊണ്ട് പോകുന്ന ദുഷ്ടപിശാചിന്റെ കയ്യിൽ നിന്ന് ജനങ്ങൾ വിടുവിക്കപ്പെട്ട ആത്മാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവ് ആത്മജീവിതം ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുവന്ന ക്രിസ്ത്യ ജീവിതം കഷ്ടതകളും കഷ്ടപ്പാടും പ്രതികൂലങ്ങളും നിറയപ്പെട്ടതാണ്. പൗലോസ് എഫെസോസിൽ കർത്താവ് ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ദുഷ്ടനായിരിക്കുന്ന ഗ്രേക്കർ മൃഗങ്ങളെ പോലെ പൗലോസിനെ എതിർത്തപ്പോൾ പൗലോസ് അതിനുള്ളിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തിയതുപോലെ ജീവിതത്തിന്റെ ഏത് മേഖലയിൽ കർത്താവ് യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ കേരളത്തിൽ ഭാരതത്തിൽ ലോക രാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങളിലായി ദൈവത്തിന്റെ നാമത്തിനുള്ളിൽ നിൽക്കുന്ന ദൈവദാസിദാസന്മാർ കുടുംബങ്ങൾ തലമുറകളെ ദൈവം മാനിക്കും ദൈവസഭയ്ക്ക് നുഴഞ്ഞു കയറുന്ന എല്ലാ ദുരുപദേശന്മാരെയും ദുരുശക്തിയിലും കർത്താവ് നീക്കം ചെയ്യണമേ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ ജനത്തിനായി പ്രാർത്ഥനയുടെ കേരളത്തിൽ ഭാരത ലോക രാജ്യങ്ങളിലെ എല്ലാ ഭരണ സംവിധാനങ്ങളിലും രാജാക്കന്മാർ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഗവർണർ പട്ടാള മേധാവി ഗോത്രങ്ങളെ ദ്വീപുകളെ ആദിവാസി ട്രൈബൽ മേഖലയിലെ ജനത്തിനായി എല്ലാ ഭരണസമിതി എല്ലാ ജനത്തിനായി കരസേന വ്യോമ നാവികസേന അതിർത്തിയിൽ കാക്കുന്ന BSCR അടക്കമുള്ള ക്രമസമാധാന പാല നിയമ നിർമ്മാണ രംഗത്തിന് എല്ലാ കർത്താവ് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ രഹസ്യ വിഭാഗങ്ങളെ പോലീസിന്റെ ജുഡീഷ്യൽ വിഭാഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സഹകരണ പൊതുവെ ആരോഗ്യ വിദ്യാഭ്യാസ സാമ്പത്തിക മേഖലയിലിരിക്കുന്ന എല്ലാ മാന്യമേഖല എല്ലാ കേന്ദ്രസ്ഥാനം എല്ലാ രാജ്യരാഷ്ട്ര തലവന്മാരെയും അധികാരികളെ ഭരണ സംവിധാനങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കടലൂര വാസത്തിലെ സുവാസ മത്സരത്തിന് ആഴക്കടൽ കടന്നുപോയിരിക്കുന്നവർ കൺസ്ട്രക്ഷൻ മെക്കാനിക് മോട്ടോർ യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ടൈംസ് ഡ്രൈവേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ പാടത്തും പറമ്പിലും കോറിയിലും കല്ലിലൂടെ മണ്ണിലൂടെ തടിയോടും മണ്ണടിക്കുന്ന വേർപ്പുഴ തന്നിരുന്ന ജനത്തിനായി വലം ചേർന്ന എല്ലാ വ്യാപാരി വേഷം വഴിയുടെ കച്ചവടക്കാരെ കർത്താൻ ക്ഷീരമേഖലയിൽ കാർഷികമേഖലയിലായിരിക്കും കനികൾ കമ്പനി ഫാക്ടറി ജോലി ചെയ്യുന്നവർ ചെറുതും വലുതുമായ എല്ലാ കർത്താൻ മേഖലയിൽ ജോലിക്കായി കടന്നുപോയിരിക്കുന്ന എല്ലാ പ്രിയപ്പെടുത്തി അനുഗ്രഹിക്കണമായി പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മയക്കുവിനും വൻലഹരിക്കും അടിമപ്പെട്ട് കിടക്കുന്ന ജനത്തെ വിടിവിക്കണമേ. അക്രമ അരാജകത്വ കൊലപാതകങ്ങൾ രക്തച്ചുറ്റികൾ മാറി ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടരായിരിക്കുന്ന ദുഷ്ടമൃഗങ്ങളെ പോലെ ഒരു കൂട്ടം ജനം എഴുന്നേറ്റ് മാതാപിതാക്കളെ വെട്ടിക്കൊള്ളുന്ന മക്കളെ വെട്ടിക്കൊള്ളുന്ന സഹോദരങ്ങളെ വെട്ടിക്കൊള്ളുന്ന ദുഷ്ട സ്വഭാവമുള്ള ഒരു വലിയ കൂട്ടം ജനം കർത്താവ് വിദേശത്ത് വരുന്നു. ദുഷ്ട സ്വഭാവമുള്ള മത നേതാക്കന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ ദുഷ്ട സ്വഭാവമുള്ള വിവിധ മേഖലയിലായിരിക്കുന്ന എല്ലാ ജനത്തെയും സന്ദർശിക്കാനായി മനസ്സാന്തരം കൊടുക്കണമേ. ഹല്ലേലൂയ. കർത്താവ് കേരളത്തിലെ സമാധാന ഭാരതത്തിൽ ലോക രാജ്യം സമാധാനത്തിന് പ്രാർത്ഥിക്കുന്നു. ദുരുപദേശങ്ങൾക്ക് അകപ്പെട്ട് ജനം വരഞ്ഞു പോകാതെ
മടങ്ങി വരണമായി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ കുടുംബങ്ങൾക്ക് ദേശത്തൊക്കെ സമാധാനം ഉണ്ടാകട്ടെ. ശൈശവത്തിന്മാരെയും കൗമാരി യുവനത്തിൽ വാർത്തയില്ല ഇവിടുത്തെ വശന യാച ഓഷണം ചോളിൽ തടവറയിലായിരിക്കുന്ന ജനത്തിലെ വിദേശ രാജ്യങ്ങൾ കടന്നുപോയി ജോലി ചെയ്യുന്ന കഷ്ടം ചെയ്യുന്ന നൊമ്പരപ്പെടുന്നവർ, ജോലി നഷ്ടപ്പെട്ട വിസ പുതുക്കണ്ണ ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ. പാസ്പോർട്ട് നഷ്ടപ്പെട്ട പാസ്പോർട്ടിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ഹല്ലേലൂയ. ദേശരാജ്യ പീഡ അനുഭവിക്കും വളരാണ്ട് കഷ്ടം നാട്ടിൽ കിടന്നവർ ഭാരപ്പെടുന്ന നാളെ സാധ കിട്ടാതെ ഭാരപ്പെടുന്ന വിവിധ കർഷകരുടെ കടന്നു പോകുന്ന അനവധി ജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിയുടെ പ്രിയപ്പെട്ട തലമുറയിലാണ് ഭാരപ്പെടുന്നത്. ആമി വിവാഹപ്രയത്നം സൗരിസന്മാർ കർത്താവ് അനവധി കുടുംബജീവിത ചിഹ്ന ഭിന്നമായി ആമെ ലക്ഷക്കണക്കിന് കേസുകൾ കുടുംബക്കോടതി കെട്ടിക്കിടക്കുമ്പോൾ ജഗത്തന്നെ ദൈവത്തിന്റെ നീതിയുടെ കരം വെളിപ്പെടുന്നുണ്ടാകണമേ. വിധമായ മാരക രോഗം കഥീകരായ വ്യാധികളായി കിടക്കുന്ന വാർദ്ധക്യ സഹജമായ ഭാരപ്പെടുന്നവർ, ആക്സിഡന്റ് പെട്ടുള്ള സർജറി കഴിഞ്ഞു കിടക്കുന്നവർ, ആമെ വിവിധ മേഖല കഷ്ടം സഹിക്കുന്ന സകല ജനത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സാത്താന്റെ തത്വങ്ങളിൽ കുടുങ്ങി കർത്താവിന്റെ ജനം വലഞ്ഞു പോകാതെ മദ്യത്തിന് മയക്കുലേഖയ്ക്ക് അടിപ്പെട്ട് കിടക്കുന്ന സകല ജീവിതങ്ങൾ മടങ്ങി വരുവാൻ രോഗികളെ മയക്കുരോഗികളെ ദൈവ സന്ദർശനങ്ങളെ നീക്കം ചെയ്യണമേ. അവർ മനുഷ്യൻ നശിപ്പിക്കുന്ന കുടുംബങ്ങൾ നശിപ്പിക്കുന്ന സാത്താൻ ശക്തികളെ, ഈ ദുഷ്ടരായിരിക്കുന്ന ഈ മൃഗസ്വഭാവമുള്ള മനുഷ്യരെ ദൈവ സന്ദർശിക്കാനായി പ്രാർത്ഥിക്കുന്നല്ലേ. കർത്താവ് ജനത്തിനിടയിൽ സമാധാന സന്തോഷം നിറയപ്പെടുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകലത്തിന്മേലെ ദൈവനീതി വെളിപ്പെടണമേ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ ദാസദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സുവിശേഷമായ ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിച്ച് ഈ ജീവന്റെ വചന സുവിശേഷം സത്യ സന്ദേശത്തെ സമാധാന സന്ദേശം വിളിച്ചറിയിപ്പാൻ ദൈവദാസദാസന്മാരെ അനുദിന കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകലത്തിൻ പേരും ദൈവനീതി വെളിപ്പെടുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സകല മുഖത്ത് എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.